നമസ്കാരം, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ ഫ്ലാറ്റ് ഉടമകൾക്ക് കിട്ടുന്ന ചില ഗുണങ്ങളെ കുറിച്ചാണ്. അതായത് ഇതുവരെ നമ്മൾ ഈ ഫ്ലാറ്റുകൾ വാങ്ങുമ്പോൾ ആ ഭൂമിയുടെ അവകാശം ഫ്ലാറ്റ് വാങ്ങുന്നവർക്ക് കിട്ടിയിരുന്നില്ല. അതായത് ഇപ്പം 4 നിലകളുള്ള ഒരു ഫ്ലാറ്റിന്റെ ഫസ്റ്റ് ഫ്ലോർ വാങ്ങുന്ന ആളിന് ആ ഫ്ലോറിന്റെ മാത്രം ആ ഫ്ലാറ്റിന്റെ മാത്രം അവകാശമേ കിട്ടിയിരുന്നുള്ളൂ. ഭൂമിയുടെ അവകാശം കിട്ടിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതിന് മാറ്റം വന്നിരിക്കുകയാണ്. ഈ ഫ്ലാറ്റ് ഉടമകൾക്ക് അവരുടെ ഭൂമി ആനുപാതികമായിട്ടുള്ള ഭൂമിയുടെ അവകാശവും കൂടി ചേർത്ത് പോക്കോരോ ചെയ്ത് കിട്ടുന്നതിനുള്ള നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ 10 സെന്റ് ഭൂമി ഉള്ള ഒരു വസ്തുവിൽ 10 സെന്റ് വിസ്തൃതിയുള്ള ഒരു വസ്തുവിൽ നിൽക്കുന്ന ഫ്ലാറ്റിൽ ഈ വസ്തുവിന്റെ അവകാശം, അതിന്റെ അൺഡിവൈഡഡ് ഷെയർ, വിഭജിക്കാത്ത അവകാശം കൂടി ഈ ഫ്ലാറ്റ് ഉടമകൾക്ക് രേഖാമൂലം കിട്ടുന്നു. രേഖാമൂലം എന്ന് പറഞ്ഞാൽ കരമടച്ച്, വില്ലേജിൽ നിന്നും പോക്കുരവ് ചെയ്ത് കരമടച്ച് കിട്ടുന്നു. ഈ ഡോക്യുമെന്റിൽ ആധാരത്തിൽ നേരത്തെ തന്നെ അൺഡിവൈഡഡ് ഷെയർ നമ്മൾ പ്രത്യേകം പരാമർശിക്കാറുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ പരാമർശിച്ചാലും ഫസ്റ്റ് ഫ്ലോർ വാങ്ങുന്ന ആളിന് ആ ഫസ്റ്റ് ഫ്ലോറിന് മാത്രമേ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. ആ ഭൂമിയുടെ അവകാശം രേഖാമൂലം റെക്കോർഡുകൾ അവർക്ക് കിട്ടിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതിന് മാറ്റം വന്നിരിക്കുകയാണ്. 25/4/2025 ഉത്തരവ് പ്രകാരം, അതായത് ജിയോ നമ്പർ 107/2025 നമ്പർ ഉത്തരവ് പ്രകാരം ഈ ഫ്ലാറ്റ് ഉടമകൾക്ക് അവരുടെ അൺഡിവൈഡഡ് ഷെയറിന്റെ വിഭജിക്കാത്ത അവകാശം കൂടി പോക്കോരവ് ചെയ്ത് കിട്ടണമെന്നുള്ള നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അതനുസരിച്ച് ഇപ്പോൾ അവർക്ക് കരമടച്ച രസീത് വില്ലേജ് ഓഫീസുകളിൽ നിന്നും ലഭിക്കുന്നതാണ്. ഈ കരമടച്ച രസീത് എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഉള്ള വസ്തുവിന്റെ സബ് ഡിവിഷൻ ചെയ്ത നമ്പർ ആയിരിക്കും. ഇപ്പോൾ ടോട്ടൽ 10 സെന്റിന്റെ റീസർവേ നമ്പർ 348 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോർ വാങ്ങുന്ന ആൾക്ക് 348 1, അല്ലെങ്കിൽ സെക്കൻഡ് വാങ്ങിക്കുന്ന ആൾക്ക് 1 1 2 ഇങ്ങനെ സബ് ഡിവിഷൻ ചെയ്ത് പോക്കോരോ ചെയ്ത് കരം രസീത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ അതുകൊണ്ട് ഈ ഫ്ലാറ്റിന്റെ ഉടമകൾക്ക്, അതായത് ഈ ഫ്ലാറ്റ് വെക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, ഈ ഫ്ലാറ്റ് വാങ്ങുന്ന കക്ഷികളുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മുകളിലോട്ട് വീണ്ടും ബിൽഡിങ്ങുകൾ കെട്ടാൻ, അല്ലെങ്കിൽ ഫ്ലാറ്റുകൾ, ഇപ്പൊ 4 നില വരെ കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു ഫ്ലാറ്റില് 5ാമത്തെ നില കെട്ടണമെങ്കിൽ ഈ 4ാമത്തെ ഫ്ലാറ്റ് ഉടമയുടെ കൺസെന്റ് വേണ്ടി. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് ഫ്ലാറ്റ് ഉടമകൾക്ക് വരുന്നുണ്ട്. പക്ഷെ ഫ്ലാറ്റ് വാങ്ങുന്നവർക്ക് ഇതൊരു നല്ല കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഫ്ലാറ്റ് വാങ്ങുന്നവർക്ക് ധൈര്യമായിട്ട് ഫ്ലാറ്റ് വാങ്ങാം. നിങ്ങൾക്ക് ഈ ബിൽഡിങ്ങിന്റെ അവകാശം മാത്രമല്ല, ഭൂമിയുടെ അവകാശവും കൂടി ചേർത്ത് കരമടച്ച് കിട്ടും. അതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിൽക്കുന്നവർക്ക്, അതോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ വാങ്ങുന്നവർക്ക് അവരുടെ ആ മുറ്റം, ഈ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ ഫ്ലാറ്റിന്റെ ഉടമ കെട്ടിത്തിരിക്കാനോ അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും ചെയ്യുന്നതിനോ ഒന്നും പറ്റുകയില്ല. അപ്പോൾ അതിനും ഈ താഴത്തെ നില വാങ്ങുന്ന ആൾക്ക് കുറച്ചുകൂടി ഈ ഒരു നിയമം വന്നതോടുകൂടി ഗുണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഒരു വീടൊക്കെ വെക്കുമ്പോൾ നമുക്ക് ആ മുറ്റം യൂസ് ചെയ്യുന്നത് പോലെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ആളിന് ഈ പറയുന്ന അതിന്റെ സറൗണ്ടിങ്സ് കൂടെ അയാളുടെ കൈവശത്തിലേക്ക് വന്നു ചേരുന്ന ഒരു നിയമമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ നിയമപ്രകാരം ഫ്ലാറ്റ് ഉടമകളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫ്ലാറ്റിന്റെ കരമടയ്ക്കുമ്പോൾ നിങ്ങളുടെ വസ്തുവിന്റെ ഷെയർ കൂടി നിങ്ങളിലേക്ക് വന്നു ചേരും. അത് നിങ്ങൾ കരമടച്ച് സ്വന്തം കൈവശത്തിൽ വെക്കുക. അതായത് 10 സെന്റ് വസ്തുവിൽ 5 അവകാശികൾ ഉണ്ടെങ്കിൽ ഓരോരുത്തർക്കും 2 സെന്റിന്റെ അവകാശം. അത് 2 സെന്റ് എന്ന് വ്യക്തമായിട്ട് കാണിക്കില്ല. ഈ 10ൽ ഇത്ര അവകാശം. അപ്പൊ 5 പേരുണ്ടെങ്കിൽ 1 അവകാശം, 2 അവകാശം. 10 സെന്റിൽ 2 അവകാശം നിങ്ങൾക്ക് കിട്ടുന്നു. അങ്ങനെ നിങ്ങൾക്കുള്ള അവകാശം, ഭൂമിയിലെ അവകാശം കൂടി നിങ്ങളുടെ പേരിലേക്ക് മാറ്റുന്നതിന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.